നമ്മൾ വഫ്ര റിസോർട്ടിലാണ് വന്നേക്കുന്നത്. നമ്മളെ ജാസ് ഡാൻസ് സ്റ്റുഡിയോന്ന് ഒരു ടൂറിന് വന്നേക്കാണ് ഗെറ്റ് ടുഗെദർ. സോ ഞാനും ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സിംഗിങ് ഗെയിംസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ സ്ലൈഡ് കണ്ടുണ്ട്. സോ ഇവിടെ പാർക്കും റിസോർട്ടും റിസോർട്ടും എല്ലാം വന്നിട്ട് പുതിയതായിട്ട് നമ്മൾ കളിക്കും. അപ്പോൾ നമ്മൾ വഫ്ര റിസോർട്ടിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും മഴ പെയ്തുകൊണ്ട് അടിപൊളി വൈബാണ്. പിന്നെ 22 ഫാമിലീസ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. വലിയൊരു ഫാം ഹൗസ് പോലത്തെ വലിയൊരു റിസോർട്ടാണ്. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. രാവിലെ അത് ഫുൾ കഴിഞ്ഞായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. നല്ല മഴയും പെയ്യുന്നുണ്ട്. അടിപൊളിയല്ലേ? ഇതാണ് ഇതാ. അപ്പം കുറച്ച് മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ കഴിഞ്ഞിട്ട് കാണാം. വീട്ടിൽ യാതൊരുവിധ പണിയും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ വന്നെങ്കിൽ ഭയങ്കര പരിപാടീസിലൊക്കെയാണ്. പണികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവന്താ കയ്യിൽ കഴിക്കുന്നുണ്ടോ? പിന്നെ ഇന്ന് എല്ലാവരും സ്കൂൾ പൂട്ടിയതിന്റെ ഒരു ഹാപ്പിയിലും കൂടിയാണല്ലേ? ആരൊക്കെ സ്കൂൾ പൂട്ടി? എന്റെ കുട്ടിയില്ലേ? ആഹാ. ഇതൊരു കിച്ചൺ എന്ന് പറയുന്നത് ഇതാണ് ബിഗ് കിച്ചൺ കേട്ടോ. അടിപൊളി ഇങ്ങനെയുള്ള കിച്ചണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെയുള്ളതൊക്കെ മസാല ഓൾറെഡി റെഡിയാക്കി കൊണ്ടുവന്നതാണ്. 2 ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ളതാണെങ്കിൽ അതിനുള്ള ഐറ്റംസും എല്ലാം ഉണ്ട്. എല്ലാം നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല നൈസ് കഴിഞ്ഞിട്ട് ഇതാണ് ഔട്ട് സൈഡ് വ്യൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുറച്ച് ഒന്ന് മാറുമ്പോൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. വലിയ സ്പേസ് കേട്ടോ. നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് ഒരു ദിവാനി പോലത്തെ ഒരു സ്ഥലമാണ് പരിപാടിയൊക്കെ നടത്താനുള്ളത്. നമ്മൾ മറ്റത് ഈ കാണുന്നിടത്താണ് നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടേക്ക് നമ്മൾ പോകാൻ കുറച്ച് കഴിയുമ്പോൾ നല്ല ആര്യവേപ്പിൻ്റെ ഇലയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ റിസോർട്ടിൽ ആകെ 6 റൂമാണുള്ളത്. 6 റൂമും ഓരോരോ മോഡലാണുള്ളത്. ഈവൻ കട്ടിലാണെങ്കിലും കണ്ണാടിയാണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണുള്ളത്. പിന്നെ ഇത് ഒരു റൂമാണ്, ഫസ്റ്റ് റൂം. ഓൾ ലേഡീസ് കുട്ടികളും എല്ലാം ഒരു റൂമിലും, ജെൻസിന് വേറെ ദിവാനിയെ വേറെ റൂമുണ്ടായിരുന്നു, അവിടെയാണ് താമസിച്ചിരുന്നത്. ഇത് വേറൊരു മോഡലുള്ള കട്ടിലും കാര്യങ്ങളും എല്ലാം വലിയ റൂമാട്ടോ. ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, റൂമെല്ലാം വലിയ റൂമുകളാണുള്ളത്. ഓരോരോ കണ്ണാടി ആയിട്ടുണ്ടെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആരിസ് ഐ തിങ്ക് ഒരു ഹിന്ദിക്കാരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തിയും കൂടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എല്ലാം വളരെ സ്പേഷ്യസ് ആയ റൂമുകൾ അടിപൊളിയായിട്ട് തന്നെ. അതായത് ഞാൻ പറഞ്ഞല്ലോ, 6 ലേഡീസും കുട്ടികളും ഒരു ഇതിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ റഷായിട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. വലിയ റൂമായതുകൊണ്ട് തന്നെ. പിന്നെ തീരെ തണുപ്പൊന്നും ഉള്ളിലേക്കും കൂടി അടുക്കുന്നില്ലായിരുന്നു. കാരണം നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല കവർ ചെയ്തിങ്ങനെയുള്ള ഒരു റിസോർട്ടിൻ്റെ ഉൾവശം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ലായിരുന്നു. ബ്ലാങ്കറ്റൊന്നും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആരും അത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ശരിക്കും ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങളെ കോർഡിനേറ്ററായ അനുപമ സിബിദാസ് പാവം ഒറ്റയ്ക്ക് റൂമുണ്ടാക്കുന്നതിലാണ്. ആൾ ഭയങ്കര കുക്കായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും വിട്ടുകൊടുത്തത്. മരണപ്പണിയിലാണ്. ഈ ചെറുവിലേക്ക് എന്തിനാ? അത് വേറെ കപ്പയ്ക്കുള്ളതല്ലേ? ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ റിസോർട്ടിൽ ഒരു നൈറ്റ് അത് പൂർണ്ണമാകത്തില്ല എന്നാണുള്ള ആചാരം. സോ ഞങ്ങൾ ആദ്യം തന്നെ ഇതെല്ലാം ചിക്കനെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2 ചാക്ക് കരിയെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ഗ്രില്ല ചെയ്തു. ആ ഒരു മഴ കൂടി വന്നതുകൊണ്ട് ഭയങ്കര വൈബായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അടുത്ത് വേറെ ശാലകളോ റിസോർട്ടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഒരു പൂവ് കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് രാത്രി ഈ ഒരു പൂവും ആ ഒരു വൈബും എല്ലാം കൂടി വന്നപ്പോൾ വല്ലാത്തൊരു ഭംഗി ഈ പൂവിന് തന്നെ തോന്നി. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നല്ലൊരു പരിപാടിയാണ്. ഇതുവരെ നല്ലൊരു ആസ്വാദനമായിരുന്നു. ഇവിടെ തന്നെയാ. ഏത് വഫ്രയിലോ? KOC.
എണ്ണ കമ്പനിയാണ്. Knees, head, shoulder, cup. ആരൊക്കെ ഔട്ടായേ? കപ്പുള്ളവര് കയ്യിൽ പിടിച്ചോ, ബാക്കി എല്ലാരും മാറി. എൻ്റെ പേര് അനൂപ് മങ്ങാട്ട്, ഭാര്യ കവിത അനൂപ്, 2 മക്കളാണുള്ളത്. തെന്നേ